ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വടക്ക് കിഴക്കൻ ലെബനനിലെ ബാൽബക്ക് മേഖലയിൽ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേൽ പ്രതിരോധ സേന വ്യോമാക്രമണം നടത്തിയതായി പ്രാദേശിക ലെബനീസ് മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ആഴ്ചയുടെ അവസാനത്തിൽ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള മിസൈൽ, റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് ഈ ആക്രമണം. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബാൽബക്ക് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ്. യുദ്ധത്തിനിടയിൽ ഇത് 4ാം തവണയാണ് ബാൽബക്ക് മേഖലയിലെ ഹിസ്ബുള്ള സ്ഥാനങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആഴ്ച ആദ്യം ഇസ്രായേൽ സൈന്യം ഗാസയിലെ അൽഷിഫ ആശുപത്രിയുടെ പരിമിതമായ പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ടിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയിരുന്നു. ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ സൗകര്യം ഉപയോഗിക്കുന്ന മുതിർന്ന ഹമാസ് ഭീകരർ ഉണ്ട് എന്ന് രഹസ്യ അന്വേഷണ വിവരത്തെ തുടർന്നായിരുന്നു ഇസ്രായേലിന്റെ ഈ ആക്രമണം. ഞങ്ങൾ നോമ്പുകാരാണ്, ഞങ്ങൾക്ക് അള്ളാഹുവുമായിട്ടുള്ള ഒരു അനുഷ്ഠാന കർമ്മം എന്ന നിലയ്ക്ക് ഈ നോമ്പെങ്കിലും സമാധാനത്തോടുകൂടി പിടിക്കാനും മരണഭീതിയില്ലാതെ റമളാൻ തിരുവോളം കഴിച്ചുകൂട്ടാനും ഇസ്രായേലിനോട് അനുവദിക്കണമെന്ന് പറഞ്ഞ് ഗാസയിലെ ജനത താണു കേണു നിലവിളിക്കുമ്പോൾ ഹമാസ് ഒരു രൂപത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ വീണ്ടും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെബനനിലെ ഹിസ്ബുള്ള ടീമിനെയും യമനിൽ നിന്ന് ഹൂതികളെയും ഒക്കെ കൂട്ടുപിടിച്ച് ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഇസ്രായേൽ 1000 മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുന്നു. അങ്ങോട്ട് കയറി ചൊറിയുന്നു, ഇങ്ങോട്ട് മാന്തിപ്പൊളിക്കലുകൾ കിട്ടുമ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയും ഇരവാദം പറഞ്ഞ് കരയുകയും ചെയ്തിട്ട് കാര്യമില്ല. ഗാസയിലെ വെടിനിർത്തലിന്റെ കാര്യത്തിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഭിന്നതകൾ ഏതാണ്ട് കുറഞ്ഞു വരികയാണ് എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ്, റമളാൻ ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഹമാസ് ഭീകര സർക്കാരും ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പ്രതിനിധികളും ചേർന്ന് ഈജിപ്റ്റ്, ഖത്തർ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച. ഈ ചർച്ചയ്ക്കിടയിൽ ഇസ്രായേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അവരുടെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാന കർമ്മമാണ് നോമ്പ്. ശരി, അവരത് സമാധാനത്തോടെ പിടിച്ചോട്ടെ, വെടിനിർത്തലാണ് അവർ ആവശ്യപ്പെടുന്നതെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. അങ്ങനെ ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ചയ്ക്കെത്തുകയാണ് ഇസ്രായേലിന്റെ ഭരണ ചുമതലയുള്ള ആളുകൾ. IDF-ന്റെയും അതുപോലെ മുസാദിന്റെയും ഒക്കെ പ്രതിനിധികൾ എത്തുന്നു. അതേപോലെ തന്നെ ഹമാസ് ഭീകരർക്കും ഈ യുദ്ധം അവസാനിപ്പിക്കണം. കാരണം ഗാസയിലെ സാധാരണ ജനത കേണ് നിലവിളിക്കുകയാണ്. ഹമാസാൽ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ആളുകൾ അവരാൽ തന്നെ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഗാസയിലും പലസ്തീനിലും നിലവിലുള്ളത്, ഖാൻ യൂനിസിലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഗാസക്കാരും കേണ് നിലവിളിക്കുന്നത് ഹമാസിനോട്. അങ്ങനെ ഹമാസിന്റെ പ്രതിനിധികളും എത്തുന്നു കെയ്റോയിൽ. ഒരു സമാധാന ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നു. അപ്പോൾ ആദ്യം സമാധാനപൂർവം പറഞ്ഞു വന്ന് പിന്നീട് ഹമാസ് പ്രകോപിതരായി. അവരുടെ യഥാർത്ഥ സ്വഭാവം, തനിനിറം പുറത്തിയാടി എന്നൊക്കെ പറയാറില്ലേ, അതങ്ങ് പുറത്തു വന്നു. അവര് പറഞ്ഞു, മര്യാദയ്ക്ക് വെടി നിർത്തണം, യുദ്ധം അവസാനിപ്പിക്കണം. ഇസ്രായേൽ ഗാസയ്ക്കെതിരെ ഇന്ന് നിലനിർത്തിയിരിക്കുന്ന എല്ലാ പ്രതിരോധങ്ങളും പിൻവലിക്കണം. ശരി, തീർന്നില്ല. ഗാസയിലെ പൗരന്മാരെ ഇനി മുതൽ ഇസ്രായേൽ സംരക്ഷിക്കണം. ഉപരോധം അവസാനിപ്പിച്ച് സാധാരണ നിലയിലുള്ളതുപോലെ ഗാസയിലെ ജനതയ്ക്ക്, പൗരന്മാർക്ക് ഇസ്രായേൽ തൊഴിൽ കൊടുക്കണം, നല്ല ഉയർന്ന ശമ്പളം കൊടുക്കണം. അവരെ സംരക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കണം. അവർക്ക് ഇന്റർനെറ്റ് നൽകണം, ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, ഇന്ധനം കൊടുക്കണം. ശരി, നെതന്യാഹു കരാറൊക്കെ വായിച്ചു നോക്കി, വലിച്ചുകീരി മുഖത്തിറണ്ട എന്ന് പറഞ്ഞു ഓടിച്ചു. നമ്മൾ റിക്വസ്റ്റ് ചെയ്യാനാ പോയിരിക്കുന്നത്. നമ്മുടെ ജനത 30,000-ത്തിലധികം ആളുകൾ മരിച്ചു വീഴുകയും 78,000-ത്തോളം ആളുകൾ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടന്ന് പിടയുകയും ചെയ്യുന്നു. ജീവച്ഛവമാക്കപ്പെട്ടവരേറെ, വിധവകളാക്കപ്പെടുന്നവർ, അനാഥത്വം പേറുന്നവർ,
മക്കളുടെ വേർപാട് അനുഭവിക്കുന്ന മാതാപിതാക്കൾ എന്ന് തുടങ്ങി അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാൻ പോയ ഹമാസ് ഇതാണ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടത്. റിക്വസ്റ്റ് എന്താണെന്നും ഓർഡർ എന്താണെന്നും തിരിച്ചറിയാനുള്ള കെൽപ്പുണ്ടാകണ്ടേ ഇവർക്ക്? അതില്ലാതെ പോയി. അപ്പോ ഇവരെ സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ആർക്കാണ്? ഹമാസിനാണ്. ഹമാസാണ് ഇവരെ സംരക്ഷിക്കേണ്ടത്. പക്ഷെ ആ സംരക്ഷണ ഉത്തരവാദിത്വം ഇസ്രയേലിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാൻ ഹമാസ് ശ്രമിച്ചു. ഉടനെ തന്നെ മൊസാദിന്റെ പ്രതിനിധി എഴുന്നേറ്റു, വലിച്ചു കീറി ഇറങ്ങി പണി നോക്കി. ഇനി ഇവിടെ നിർത്തുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും റമദാൻ മാസം തുടങ്ങി. നോമ്പുകാരായ അനേകായിരങ്ങൾ മരിച്ചു വീഴുന്നു, പിടഞ്ഞു വീഴുന്നു. നോമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിയോ ഇല്ലേ എന്ന് പോലും അറിയാതെ ജീവിച്ചിരിക്കുന്ന ആളുകൾ കേണു നിലവിളിക്കുന്നു. ആ സാഹചര്യത്തിൽ വീണ്ടും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഭിന്നതകൾ കുറയുകയാണ് എന്നും കരാറിനുള്ള സാധ്യത വളരുന്നു എന്നുമാണ് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുന്നത്. പശ്ചിമേഷ്യ സന്ദർശനത്തിന്റെ ഭാഗമായി ബുധനാഴ്ച സൗദി അറേബ്യയിലെത്തിയ ബ്ലിങ്കൻ അൽഹദത്ത് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. വെടിനിർത്തലിനായി US-ഉം ഈജിപ്തും ഖത്തറും ആഴ്ചകളോളമായി കഠിന പരിശ്രമത്തിലാണ്. ഗാസയുടെ അയൽ രാജ്യമായ ഈജിപ്തിൽ വ്യാഴാഴ്ച എത്തിയ ബ്ലിങ്കൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസി അദ്ദേഹത്തെയും വിദേശകാര്യമന്ത്രി സഹേഷ് ഷൗക്രി എന്നിവരുമായി ഗാസയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണമെടുത്തു, പരിക്കേറ്റവരുടെ എണ്ണമെടുത്തു, പലായനം ചെയ്യപ്പെടുന്നവരുടെ എണ്ണമെടുത്തു, വീടുകൾ നഷ്ടപ്പെട്ടവരുടെ എണ്ണമെടുക്കുന്നു. അപ്പോഴാണ് ഇവർ അന്തം വിട്ടു പോകുന്നത്. അതിനേക്കാളേറെ ആളുകൾ പട്ടിണി കിടന്നു മരിക്കുന്നു. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ തൊണ്ട പൊട്ടി മരിക്കുകയാണ് പച്ചയായ മനുഷ്യർ. പ്രധാനമായും ഗാസയിലെ അവശ്യ വസ്തുക്കൾ ചെല്ലുന്നത് ഈജിപ്റ്റ് വഴിയാണ്. ഈജിപ്തിന്റെ റാഫ മേഖല വീണ്ടും അടച്ചിരിക്കുന്നു. ഗാസ യുദ്ധം ചർച്ച ചെയ്യാൻ 5 അറബ് രാജ്യങ്ങളുടെ മന്ത്രിമാർ വ്യാഴാഴ്ച കെയ്റോയിൽ വീണ്ടും യോഗം ചേർന്നു. ഈജിപ്റ്റ്, സൗദി അറേബ്യ, ഖത്തർ, ജോർദാൻ എന്നിവയുടെ വിദേശകാര്യമന്ത്രിമാരും UAE-യുടെ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയും യോഗത്തിൽ പങ്കെടുത്തു. പലസ്തീനിയൻ അതോറിറ്റിയുടെ മന്ത്രിയും യോഗത്തിനെത്തി. ഇവർ പിന്നീട് ബ്ലിങ്കനുമായും ചർച്ച നടത്തി. അതിനിടയിൽ ഗാസയിൽ അടിയന്തിരമായ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന കരട് പ്രമേയം US ഐക്യരാഷ്ട്രസഭയിൽ വിതരണം ചെയ്തു. ഗാസയുമായി ബന്ധപ്പെട്ട് UN രക്ഷാസമിതിയിൽ വന്ന പ്രമേയങ്ങളിൽ അടിയന്തിരം എന്ന വാക്കുണ്ടായിരുന്നവയെല്ലാം US മുമ്പ് വീറ്റോ ചെയ്തിരുന്നു. ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഗാസയിൽ സഹായം എത്തിക്കാനും നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ അടിയന്തരമായി വേണമെന്നാണ് ഇപ്പോഴുള്ള പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം. ഇത് നമുക്കുള്ള ഒരു അവകാശം പോലെ ആജ്ഞ ചെയ്യലായിരിക്കരുത്. റിക്വസ്റ്റ് ചെയ്യണം, യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇസ്രായേൽ ഈ കരാറുമായി മുമ്പോട്ട് പോകാൻ തയ്യാറാണ് എന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നത്. നന്ദി.